ലവ് ചൈൽഡ് ബൈ മസാബയുടെ 4-in-1 സ്കിപ്പ് എവറിത്തിങ് സെറം ടിൻറ്റ് ഞാൻ വാങ്ങി. അതായത് ഇതിൽ 4 പ്രോഡക്ട്സ് ഉണ്ടെന്നാണ് പറയുന്നത്. മോയ്സ്ചറൈസർ, സൺസ്ക്രീൻ, പ്രൈമർ ആൻഡ് ഫൗണ്ടേഷൻ. ഈ 4 പ്രോഡക്ട്സ് ഉള്ളത് കൊണ്ട് തന്നെ ബാക്കി എല്ലാ സ്റ്റെപ്പും സ്കിപ്പ് ചെയ്യാം എന്നാണ് പറയുന്നത്. പക്ഷേ ഞാൻ മോയ്സ്ചറൈസർ ഇട്ടു, ഞാൻ സൺസ്ക്രീൻ ഇട്ടു, എന്നിട്ടാണ് ഞാൻ ലവ് ചൈൽഡിന്റെ പ്രോഡക്റ്റ് അപ്ലൈ ചെയ്യാൻ പോകുന്നത്. അതെനിക്ക് മസാബ ഗുപ്തയെ വിശ്വാസം ഇല്ലാത്തത് കൊണ്ടല്ല കേട്ടോ, അത് വെറും കോമൺ സെൻസ് ആണ്. നമ്മുടെ സ്കിന്നിന് എന്താണോ വേണ്ടത് അത് നമ്മൾ എല്ലാം കൂടെ ഒരു പ്രോഡക്റ്റിൽ കിട്ടുമെന്ന് വിചാരിക്കാതെ ആവശ്യത്തിന് പ്രിക്കോഷൻ എടുത്ത് നമ്മുടെ സ്കിന്നിനെ, നമ്മുടെ അപ്പിയറൻസിനെ നമ്മൾ ടേക്ക് കെയർ ചെയ്യാം. ആ കോമൺ സെൻസ് അപ്ലൈ ചെയ്തപ്പോൾ എന്താ പറ്റിയത്? നല്ല സ്മൂത്ത് ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആപ്ലിക്കേഷൻ കിട്ടി. ഈ കോമൺ സെൻസ് എന്താണ് നമ്മൾ നമ്മുടെ റിലേഷൻഷിപ്സിൽ കീപ്പ് ചെയ്യാത്തത്? എല്ലാ കാര്യങ്ങളും ഒരു സോഴ്സിൽ നിന്ന് അവൈലബിൾ ആവുമെന്ന് വിചാരിക്കുന്നത് എന്തുകൊണ്ടാണ്? അത് നമ്മുടെ ഹസ്ബൻഡ് ആയാലും ബോയ് ഫ്രണ്ട് ആയാലും ഫ്രണ്ട് ആയാലും കെയറും സപ്പോർട്ടും ഫ്രണ്ട്ഷിപ്പും കമ്മ്യൂണിക്കേഷനും എന്റർടൈൻമെന്റും എല്ലാം ഒരിടത്തു നിന്ന് കിട്ടുന്ന എന്തുകൊണ്ടാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്? നമ്മളെല്ലാം ഒരു സ്ഥലത്ത് നിന്ന് ഡിപ്പെൻഡ് ചെയ്യുമ്പോൾ ഉള്ള പ്രശ്നം എന്ന് വെച്ചാൽ നമ്മളെ നമുക്ക് വേണ്ട രീതിയിൽ സപ്പോർട്ട് ചെയ്യാനും പറ്റില്ല. ആ റിലേഷൻഷിപ്പിൽ നമ്മൾ ആവശ്യമില്ലാത്ത ഒരുപാട് ബേർഡൻ കൊണ്ടുവന്നിട്ട് അവരും നമ്മളും അല്ലാതെ ബുദ്ധിമുട്ടുകയാണ് ശരിക്കും ചെയ്യുന്നത്. അത് ചെയ്യുന്നത് കൊണ്ട് ശരിക്കും പറഞ്ഞാൽ ആ സ്പേസിൽ എന്തായിരുന്നു അവൈലബിൾ അതിന്റെ വാല്യൂ കൂടി പോവുകയാണ് ശരിക്കും ഉണ്ടാവുന്നത്. അപ്പോൾ റിലേഷൻഷിപ്സിനെ ഒരു സൂപ്പർ മാർക്കറ്റ് ആക്കാതെ നമുക്ക് വേണ്ട കാര്യങ്ങൾ നമുക്ക് കിട്ടുന്ന സോഴ്സുകളിൽ നിന്ന് സ്വീകരിക്കുകയും അല്ലാത്ത കാര്യങ്ങൾ നമ്മൾ സ്വയം തന്നെ ഫുൾഫിൽ ചെയ്യുകയും നമ്മുടെ ഫസ്റ്റ് പ്രയോറിറ്റി നമ്മൾ തന്നെ ആവുകയും വേണം, അല്ലെ?